ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ചിക്കൻ റെസിപ്പി ഇട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെക്കുന്നത് പണ്ട് എൻ്റെ അമ്മ വെച്ചിരുന്ന രീതിയാട്ടോ. അതേ അങ്ങനെ തന്നെയല്ല, കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ട്. അന്ന് കൽച്ചട്ടിയിലായിരുന്നു, ഞാൻ ഇന്നിപ്പം ഉരുളിയിലാണ് വെക്കുന്നത്. ഉള്ളി ഉണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ ഉരുളൻകിഴങ്ങ്. അന്നത്തെ ചിക്കൻ കറിയിലൊക്കെ ഉരുളൻകിഴങ്ങ് ഇടും. എന്താണെന്നറിയില്ല, അളവ് കൂടാനൊക്കെ ആയിരിക്കാം, എന്തോ അന്ന് ഇടുമായിരുന്നു. ഒന്നൊരു രീതിയേ ഉള്ളൂ ചിക്കൻ കറി വയ്ക്കണത്. ഇന്നത്തെ പോലെ ബട്ടർ ചിക്കൻ, കടായി ചിക്കൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഈ ഒരു രീതി മാത്രം. അപ്പോൾ അതൊന്ന് ശ്രമിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വല്ലാതെ അങ്ങോട്ട് വഴറ്റണ്ട. ഇനി നമുക്ക് ഞാൻ ചിക്കൻ കുറച്ച് മുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചിരുന്നു, മുളക് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി വെച്ചിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഇനി മുളക് പൊടിയൊക്കെ ചേർക്കാം നമുക്ക്. മുളക് പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ഗരം മസാല, പെരുംജീരകം പൊടിച്ചത്, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി. പണ്ട് അമ്മ ചേർത്തിരുന്നത് ഇതെല്ലാം കൂടെ അരച്ച് ചിക്കനിൽ പുരട്ടി ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി ഒരുമിച്ചാണ് അടുപ്പിൽ വെച്ചിരുന്നത്. അങ്ങനെ ഒരു ഓർമ്മയാണ് എനിക്ക് കേട്ടോ. ഇപ്പോൾ ഞാനതാ പൊടികളാണ് ഇന്ന് ഞാൻ പൊടികളാണ് ഇടുന്നത്. പൊടികളൊക്കെ ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറായി ഡ്രൈ ആയി വരണം. അതുപോലെ നല്ല ഡ്രൈ ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് ഉരുളൻകിഴങ്ങ് ഇടാം. ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, അന്നൊക്കെ വേണമെങ്കിൽ ഉരുളൻകിഴങ്ങ് ഇട്ടിരുന്നത് അളവ് കൂടാനായിരിക്കാം. കാരണം അന്ന് ഈ ബ്രോയിലർ ചിക്കൻ അല്ലല്ലോ, നമ്മൾ വീട്ടിലെ കോഴിയെ ഓടിച്ചിട്ട് പിടിച്ച് കൊല്ലുന്നതല്ലേ. അപ്പോൾ ആ കോഴിക്കാണെങ്കിലും അളവ് കുറവാണല്ലോ, ഒരു കോഴിയൊക്കെ അല്ലേ കൊള്ളുള്ളൂ. ആ ഒരു കോഴി എന്ന് പറഞ്ഞാൽ ഇത്രയും ഇന്നത്തെ മേടിക്കുന്ന കോഴിയുടെ അത്രയൊന്നും മാംസമില്ലല്ലോ, എല്ലല്ലേ കൂടുതൽ. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് കൂടെ ചേർന്ന് കഴിയുമ്പം കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും. അതൊക്കെ കൂടുതലായിരിക്കാം ഉരുളൻകിഴങ്ങ് ചേർത്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കാരണം ഈ ചിക്കനിലേക്കുള്ള വെള്ളം ഇറങ്ങി വരും. പിന്നെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി ചാറുകറിയായിട്ടാണിത്, ഒഴിച്ച് കൂട്ടാനൊക്കെ ആയിട്ടാണ്. ചോറിനും വേണമെങ്കിൽ കൂട്ടാം, അതിന് വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെ അടച്ച് വയ്ക്കുക. അന്നൊക്കെ ഭയങ്കര സ്പൈസി ആയിരുന്നു. നമ്മുടെ കുട്ടികളുടെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ ചിക്കൻ കൂട്ടുമ്പോൾ വെള്ളം വരുമായിരുന്നു. അതെന്താണ്, ഭയങ്കര സ്പൈസി ആയിട്ടാണ് ചിക്കൻ കറി വെച്ചിരുന്നത്. ഇത് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഞാൻ അങ്ങനെ ഒന്നാം പാലോ രണ്ടാം പാലോ ഒന്നും ചേർക്കുന്നില്ല. അന്നൊക്കെ അങ്ങനെ ആയിരുന്നു പണ്ട് കാലത്ത് വെച്ചിരുന്നത്. ആദ്യം രണ്ടാം പാലിൽ വേവിച്ച് പിന്നെ ഒന്നാം പാലൊഴിച്ച് അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇച്ചിരി ലൂസായിട്ടുള്ള തേങ്ങാപ്പാൽ അങ്ങനെ ഒഴിക്കുന്നു. അപ്പോൾ അതവിടെ നിന്ന് തിളച്ചെന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വറവിടുന്നുണ്ട്. സാധാരണ ചിക്കൻ കറിയിൽ വറവിടാറില്ല, പക്ഷേ ഇതിലേക്ക് നമ്മൾ കടുക് വറുക്കുന്നുണ്ട്. എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളാട്ടോ. ഒരടുപ്പത്ത് ചിക്കൻ, ഒരടുപ്പത്ത് ചിക്കന് വറവിടാനുള്ളത്, ഒരടുപ്പത്ത് പിടി. പിന്നെ മോൻ്റെ 2 ഫ്രണ്ട്സുണ്ട് ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതിനാണ് ഞാൻ ഇത് വയ്ക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ ഇഡ്ഡലിയും ദോശ തന്നെയാണ് വെക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ സവോള ഒന്ന് വഴറ്റിയിട്ടുണ്ട്, തേങ്ങാക്കൊത്തും വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാല ഇട്ടൊന്ന് ചൂടാക്കണുണ്ട്. ചിക്കനിൽ നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇടുന്നില്ല ഈ കടുക് വറുത്തിടുമ്പോൾ. അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ കൂടെ ഇട്ടാലും കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ അന്നേരം ഭയങ്കര സ്പൈസി ആയിപ്പോവും. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മളെ പൊടികളിട്ടിട്ട് ഒന്ന് ചൂടാക്കി നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഇനി ഇത് പിടിയുടെ കൂടെ, രാവിലെ പിടിയുടെ കൂടെ കഴിക്കാം, ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇഷ്ടമുള്ളവർക്ക് ചോറിൻ്റെ കൂടെ ചിക്കൻ കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ചോറിനും പറ്റിയൊരു കറിയാണ് കേട്ടോ. പക്ഷേ ഒത്തിരി ചാറുണ്ട് എന്നുവെച്ചാൽ ഭയങ്കര ലൂസായ കറിയല്ല, കുറച്ച് തിക്ക് ഗ്രേവിയാണുള്ളത്. അപ്പോൾ അതെ, ഞാനതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റിയാണ് കേട്ടോ. ആ ഉരുളി തന്നെ ഇരുന്നാൽ ഒന്നും കൂടെ അതൊന്ന് കുറുകും. പിന്നെ കുറച്ച് ഗ്രേവി വേണം പിടി കഴിക്കാൻ. ഓക്കെ, അപ്പോൾ റെഡി.